Today we are going to learn letter C. Letter C. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ ഏതാണ്? സി. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സി എന്ന ലെറ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ലെറ്റർ ആണ് പഠിച്ചത്? ബി എന്ന ലെറ്റർ അല്ലേ? ഏതാണ്? ബി. This is capital letter B. This is small letter B. ബിയുടെ സൗണ്ട് എന്താണ്? ബ. എന്താണ്? ബ. അപ്പൊ നമ്മൾ ബി കൊണ്ട് പഠിച്ചത് എന്തൊക്കെയാന്ന് നോക്കിയാലോ. ബി ഫോർ ബട്ടർഫ്ലൈ, ബി ഫോർ ബാഗ്, ബി ഫോർ ബോൾ, ബി ഫോർ ബുക്ക്, ബി ഫോർ ബാറ്റ്, പിന്നെയോ ബി ഫോർ ബോയ്. ഇത്രയും പിക്ചേഴ്സിന്റെ പേരുകളാണ് നമ്മൾ ബി എന്ന ലെറ്റർ കൊണ്ട് പഠിച്ചത് അല്ലേ? അപ്പൊ നമുക്കിന്ന് സി എന്ന ലെറ്ററും അതിന്റെ പിക്ചേഴ്സും വേർഡ്സും ഒക്കെ പഠിച്ചാലോ? ഓക്കെ. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഇംഗ്ലീഷ് ആൽഫബറ്റ് ഏതൊക്കെയാണ്? എ, ബി അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സി ആണ്. അപ്പൊ നമുക്കത് ഓർഡറിൽ ഒന്ന് വെച്ച് നോക്കാം. This is capital letter A. This is small letter A. A എന്ന ലെറ്ററിന്റെ സൗണ്ട് എന്താണ്? ആ. എന്താണ്? ആ. This is capital letter B. This is small letter B. B എന്ന ലെറ്ററിന്റെ സൗണ്ട് എന്താണ്? ബ്. എന്താണ്? ബ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ ഏതാണ്? Capital letter C, small letter C. Look at this. ഇങ്ങോട്ട് നോക്കിക്കേ. What is this? ഇതെന്താണ്? This is a cat. This is a cat. ഇതൊരു പൂച്ചയാണ് അല്ലേ? കാറ്റിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ വീട്ടിലുണ്ടോ കാറ്റ്? ഉണ്ടോ? ചിലരെ വീട്ടിൽ വളർത്തുന്നുണ്ടാവൂലേ? ചിലരെ വീട്ടിൽ വളർത്തുന്നില്ലെങ്കിലും നമ്മളെ ചുറ്റുപാടും അകത്തും പുറത്തൊക്കെ നമുക്ക് കാണാൻ കഴിയൂലേ? വാട്ട് കളർ ഈസ് ദിസ് കാറ്റ്? വൈറ്റ്. ഇവിടെയുള്ള ഈ കാറ്റിന്റെ കളർ എന്താണ്? വൈറ്റ്. പല നിറങ്ങളിലും കാറ്റുകളെ നമ്മൾ കാണാൻ സാധിക്കൂലേ? ഏതൊക്കെ കളറുകളുണ്ട്? ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്കും വൈറ്റും കൂടി ചേർന്ന കാറ്റുകളുണ്ട് അല്ലെ? ബ്രൗൺ ഉണ്ട്, ഗ്രേ കളർ ഉണ്ട് അല്ലേ? അപ്പൊ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ കാറ്റ്. അപ്പൊ നമുക്ക് കാറ്റ് എന്തെങ്ങനെ എഴുതുന്നത് നോക്കിയാലോ. സി എ ടി. എന്താ വായിക്ക? കാറ്റ്. സി എ ടി. കാറ്റ്. കാറ്റ് എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ ലെറ്റർ ഏതാണ്? സി. ഏതാണ്? സി. വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് കാറ്റ്? സി. കാറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? സി. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് സി? സിയുടെ സൗണ്ട് എന്താണ്? സിസ് എന്നാണോ? അല്ല, ക് ക് ക്. എന്താണ്? ക്. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് സി? ക്. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് സി? ക്. വാട്ട് ലെറ്റർ ഈസ് ദിസ്? സി. ദിസ് ഈസ് capital letter C. This is small letter C. This is capital letter C. This is small letter C. ഈ ലെറ്റർ നിങ്ങൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇത് ഏത് ലെറ്റർ ആണ്? സ്മോൾ ലെറ്റർ എ. ഏതാണ്? സ്മോൾ ലെറ്റർ എ അല്ലേ? നമ്മൾ ഫസ്റ്റ് പഠിച്ച ലെറ്റർ ആണിത് അല്ലേ? അപ്പൊ ക്യാറ്റ് എന്ന് എഴുതുമ്പോൾ അതിന്റെ നടുവിലെ ലെറ്റർ ഏതാണ്? എ. വാട്ട് ലെറ്റർ ഈസ് ദിസ്? സി. സി എ ടി. കാറ്റ്. സി എ ടി. കാറ്റ്. ഇങ്ങോട്ട് നോക്കിക്കേ. ഈ കാറ്റിനെ ഞാൻ എടുത്തിട്ട് അവിടെ ഞാൻ ഒരു കാർ വെച്ചു. എന്താണ്? കാർ. പക്ഷെ ഇതെന്താ വായിക്കുക? കാറ്റ് അല്ലേ? ഇതിലെ ഒരു ലെറ്ററിന് നമ്മൾ മാറ്റം വരുത്തണം. ഈ ടി എടുത്തിട്ട് അവിടെ ഞാൻ ആർ വെച്ചു. എന്താ വായിക്ക? കാർ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ കാർ. C-A-R
കാർ. എന്താ വായിക്ക? കാർ. CAR കാർ. കാർ എന്ന് എഴുതുമ്പോഴും നടുവിലെ ലെറ്റർ ഏതാണ്? സ്മോൾ ലെറ്റർ എ. ഫസ്റ്റ് ലെറ്റർ ഏതാണ്? സി. ഫസ്റ്റ് ലെറ്റർ ഏതാണ്? സി. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് സി? നമ്മൾ വിചാരിക്കും സ് എന്നാണെന്ന്. അല്ലട്ടോ. എന്താണ്? ക്ക്. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് സി? ക്ക്. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ സി. ദിസ് ഈസ് സ്മോൾ ലെറ്റർ സി. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ സി. ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഡി. വാട്ട് കളർ ഈസ് ദിസ് കാർ? ഈ കാറിന്റെ കളർ എന്താണ്? ബ്ലൂ കളർ. എന്താണ്? ബ്ലൂ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ കൗ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ കൗ. ഇതൊരു പശുവാണ് അല്ലേ? എന്താണ്? കൗ. കൗ എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ ലെറ്റർ സി ആണ്. എന്താണ്? സി. COW. എന്താ വായിക്ക? കൗ. C for cow. C for cow. What is the first letter of cow? Cow എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ സി. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ സി. ദിസ് ഈസ് സ്മോൾ ലെറ്റർ സി. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് സി? ക്ക്. ക്ക്. എന്താണ്? ക്ക്. കൗ. പറഞ്ഞോക്ക്. ക്ക് കൗ. ക്ക് കൗ അല്ലേ? കൗ കൗ എന്ന് പറയുമ്പോ ക്ക് എന്നൊരു സൗണ്ട് വരുന്നില്ലേ? വരുന്നില്ലേ? കൗ. പറഞ്ഞോക്കിക്കേ. കൗ. C for കൗ. സ് എന്നാണോ സൗണ്ട്? അല്ല. ക്ക്. ക്ക്. കൗ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ കൗ. ഇതൊരു പശുവാണ് അല്ലേ? നിങ്ങളെ വീട്ടില് കൗ ഉണ്ടോ? ചിലരെ വീട്ടിലൊക്കെ കൗ ഉണ്ടാവൂലേ? കൗ നമുക്ക് മിൽക്ക് തരും അല്ലേ? മിൽക്ക്. പാലിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് മിൽക്ക്. എന്താണ്? മിൽക്ക്. സി എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? സി ഫോർ ക്യാറ്റ്. ക്യാറ്റ്. പറഞ്ഞു നോക്കിക്കേ. അപ്പൊ ഖ് എന്നുള്ള ഒരു സൗണ്ട് വരുന്നില്ലേ? ഖ്. ക്യാറ്റ്. പിന്നെ പഠിച്ചത് സി ഫോർ കാർ. കാർ. പറഞ്ഞു നോക്കിക്കേ. ഖ് എന്ന സൗണ്ട് വരുന്നില്ലേ? കാർ. ഇതെന്താണ്? കൗ. സി ഫോർ കൗ. This is capital letter C. This is small letter C. Capital letter Cയും സ്മോൾ ലെറ്റർ സിയും എഴുതുന്നത് ഒരുപോലെയാണ് അല്ലേ? പക്ഷെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ സി കുറച്ച് വലുതും സ്മോൾ ലെറ്റർ സി കുറച്ച് ചെറുതുമാണ് അല്ലേ? ഞാൻ കൗവിനെ എടുത്തിട്ട് അവിടെ വേറൊരു പിക്ചർ വെച്ചു. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ക്രോ. ഇതൊരു കാക്കയാണ്. പക്ഷേ നമ്മൾ ഇവിടെ എഴുതിയത് എന്താണ്? കൗ എന്നാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇത് ഇത്തിരി ഇങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെ ഒരു ആർ എന്ന ലെറ്റർ വെച്ച് കൊടുത്താൽ എന്തായി? ക്രോ എന്നായി. എന്താണ്? ക്രോ. ദിസ് ഈസ് എ ക്രോ. സി ഫോർ ക്രോ. സി ഫോർ ക്രോ. എന്താ വായിക്ക? സി ഫോർ ക്രോ. ക്രോയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയൂലേ? വാട്ട് കളർ ഈസ് എ ക്രോ? ഒരു കാക്കയുടെ നിറം എന്താണ്? ബ്ലാക്ക്. എന്താണ്? ബ്ലാക്ക്. കറുപ്പ് അല്ലേ? കറുപ്പ് കളറിൽ നമ്മളെ വീടിന്റെ ചുറ്റുപാടൊക്കെ ക്രോ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ക്രോ. ക്രോ എങ്ങനെ കരയാ? ക്രോ 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 അല്ലേ? അതിന്റെ പേര് തന്നെയാണ് അത് കരയുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട് അല്ലേ? ക്രോ. ക്ക്. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് സി? ക്ക്. സി ഫോർ ക്രോ. ക്ക്. ക്രോ. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ക്ക് എന്ന സൗണ്ട് അല്ല ആദ്യം വരുന്നത്? ക്രോ. സിയുടെ സൗണ്ട് എന്താണ്? സ് എന്നാണോ? അല്ല. ക്ക്. ക്ക്. ക്രോ. സി ഫോർ ക്രോ. This is capital letter C. This is small letter C. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. What is this? What is this? This is a clock. അല്ലേ? നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ടൈം അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്ലോക്ക് അല്ലേ? ചിലര് മൊബൈലിൽ നോക്കും, ചിലര് വീട്ടില് ചുമരിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവൂലേ? എന്ത്? ക്ലോക്ക്. അപ്പൊ ഇനി ക്ലോക്ക് എന്നെങ്ങനെ എഴുതുന്നത്? CLOCK.
ക്ലോക്ക്. എന്താ വായിക്കുക? ക്ലോക്ക്. ക്ലോക്ക്. കണ്ടോ, ഇതിലൊരു സ്മോൾ ലെറ്റർ സി. നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ സ്മോൾ ലെറ്റർ സി കണ്ടോ? ദാ കണ്ടോ? സി. വാട്ട് ഈസ് ദിസ്? ക്ലോക്ക്. വാട്ട് ഈസ് ദിസ്? ക്ലോക്ക്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ക്ലോക്ക്? സി. വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ക്ലോക്ക്? സി. ക്ലോക്ക് എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? സി. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ സി. ദിസ് ഈസ് സ്മോൾ ലെറ്റർ സി. സൗണ്ട് എന്താണ്? ഖ്. ഖ്. ക്ലോക്ക്. ഖ്. ക്ലോക്ക്. അല്ലേ? സി ഫോർ ക്ലോക്ക്. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ കോക്ക്. കോക്ക്. പൂവൻ കോഴിക്ക് പറയുന്ന പേരാണ് കോക്ക്. അപ്പൊ നമുക്കിവിടെ ലെറ്റർ മാറ്റി കൊടുക്കണ്ടേ? കാരണം ഇത് ക്ലോക്ക് ആണ്. നമുക്കപ്പൊ എന്ത് ചെയ്യണം? ഇതിലെ എല്ലിങ്ങോട്ട് മാറ്റി കൊടുത്താൽ എന്താ വായിക്കുക? കോക്ക്. എന്താ വായിക്കുക? കോക്ക്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ കോക്ക്. കോക്ക്. കോക്ക് എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ ലെറ്റർ ഏതാണ്? സി. കോക്ക്. സിയുടെ സൗണ്ട് എന്താണ്? ഖ്. കോക്ക്. ഖ്. കോക്ക്. പറഞ്ഞു നോക്കിക്കേ. കോക്ക്. സി എന്നാണോ? അല്ല, ഖ് എന്നാണ് കേട്ടോ. സി ഫോർ കോക്ക്. സി ഫോർ കോക്ക്. കോക്ക് എങ്ങനെയാ കരയാ? കൊക്കോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോക്ക് അല്ലേ? അതിരാവിലെ നമ്മളെ വിളിച്ചുണർത്തും കോക്ക്. എങ്ങനെയാ വിളിച്ചുണർത്തുക? കൊക്കോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുണർത്തൂ അല്ലേ? അപ്പൊ കോക്ക് എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ ലെറ്റർ ഏതാണ്? സി. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ സി. ദിസ് ഈസ് സ്മോൾ ലെറ്റർ സി. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് സി? സിയുടെ സൗണ്ട് എന്താണ്? ഖ്. എന്താണ്? ഖ്. സി ഫോർ കോക്ക്. അപ്പൊ ഖ് എന്ന ശബ്ദമാണല്ലേ വരുന്നത്. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? ദിസ് ഈസ് എ ക്യാപ്പ്. ഇത് നമ്മള് തലയിൽ വെക്കണ തൊപ്പിയാണ് അല്ലേ? എന്താണ്? ക്യാപ്പ്. വാട്ട് കളർ ഈസ് ദിസ് ക്യാപ്പ്? ഈ ക്യാപ്പിന്റെ കളർ എന്താണ്? യെല്ലോ കളർ. മഞ്ഞ അല്ലേ? ഏത് കളറാണ്? യെല്ലോ കളർ. ക്യാപ്പ് എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ ലെറ്റർ ഏതാണ്? സി എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ സി വെച്ച് കൊടുക്കാം. വാട്ട് ലെറ്റർ ഈസ് ദിസ്? സി. സി. വാട്ട് ലെറ്റർ ഈസ് ദിസ്? സ്മോൾ ലെറ്റർ എ. രണ്ടാമത്തെ ലെറ്റർ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ക്യാ എന്നായി. നെക്സ്റ്റ് ലെറ്റർ ആണ് പി. ക്യാപ്പ്. ഇതെന്താ വായിക്ക? ക്യാപ്പ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ക്യാപ്പ്? സി. വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ക്യാപ്പ്? സി. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് സി? ഖ്. ഖ്. ക്യാപ്പ്. 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 കണ്ടോ? ഖ് എന്നൊരു സൗണ്ട് അവിടെ വരുന്നുണ്ട് നമ്മൾ ക്യാപ്പ് എന്ന് പറയുമ്പോൾ. ദിസ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ സി. ദിസ് ഇസ് സ്മോൾ ലെറ്റർ സി. ഇതുകൊണ്ട് ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? സി ഫോർ കോക്ക്. സി ഫോർ ക്രോ. സി ഫോർ കൗ. സി ഫോർ ക്ലോക്ക്. C for cat. C for car. കണ്ടോ? What is the first letter of cock? C. What is the first letter of crow? C. What is the first letter of cow? C. What is the first letter of clock? C. What is the first letter of cat? C. What is the first letter of car? സി. ഇതൊക്കെ എഴുതുമ്പോഴും ആദ്യത്തെ ലെറ്റർ ഏതാണ്? സി. പക്ഷെ സൗണ്ട് സി സി എന്നാണോ വരുന്നത്? അല്ല. എന്താണ് വരുന്നത്? ഖ്. ഖ്. കോക്ക്, ക്രോ, കൗ, ക്ലോക്ക്, കാറ്റ്, കാർ. കണ്ടോ? ഖ് ഖ് എന്നൊരു സൗണ്ട് അല്ലേ? നമ്മൾ പിക്ചേഴ്സ് വെച്ചപ്പോ ക്യാപ്പ് വെക്കാൻ മറന്നു അല്ലേ? അപ്പൊ സാരല്ല. അപ്പൊ ക്യാപ്പ് എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ ലെറ്റർ ഏതാണ്? സി. സി ഫോർ ക്യാപ്പ്. സൗണ്ട് ക്ക്. ഇവിടെ ഞാൻ കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സി തിരഞ്ഞെടുക്കണം. അപ്പൊ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം കേട്ടോ, സി ആണോ സി അല്ലേ എന്ന് പറയൂലേ? ഓക്കെ.
ഈസ് ദിസ് ലെറ്റർ സി? യെസ്, ഇത് ലെറ്റർ സി ആണ് അല്ലേ? ദിസ് ഈസ് ലെറ്റർ സി. അത് നമുക്ക് ഇവിടെ വെക്കാട്ടോ. ഈസ് ദിസ് ലെറ്റർ സി? നോ, ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എ. ഈസ് ദിസ് ലെറ്റർ സി? നോ, ദിസ് ഈസ് ലെറ്റർ കെ. ഇതൊക്കെ നമ്മൾ പഠിക്കൂട്ടോ. ഈസ് ദിസ് ലെറ്റർ സി? യെസ്, ദിസ് ഈസ് ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. Is this letter C? No, this is capital letter B. Is this letter C? Yes, this is capital letter C. Is this letter C? No, this is small letter A. Is this letter C? No, this is small letter B. Small letter B എങ്ങനെയാണ്? ഇങ്ങനെ താഴോട്ടൊരു വര വരച്ച് മുമ്പിലോട്ട് താഴോട്ടൊരു വട്ടം വരച്ചാൽ ബി എന്ന ലെറ്റർ ആണ് അല്ലേ? മാറിപ്പോവരുത് കേട്ടോ. കണ്ടോ? 1 2 3. എത്ര സി എന്ന ലെറ്റർ ഉണ്ട് ഇവിടെ? 1 2 3. എത്രയാണ്? 3 സി എന്ന ലെറ്റർ ഉണ്ട് അല്ലേ? ഇനി നമുക്ക് സി എന്ന ലെറ്റർ എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കാം. നോട്ട് ബുക്ക് എങ്ങനെയാണ് പിടിക്കേണ്ടത്, അല്ലെങ്കിൽ സ്ലൈറ്റ് എങ്ങനെയാണ് പിടിക്കേണ്ടത്? ഇങ്ങനെ പിടിച്ചെഴുതാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ പിടിക്കണം? ദാ ഇങ്ങനെ പിടിച്ചിട്ട് വേണം എഴുതാൻ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. എങ്ങനെയാണ്? ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. അങ്ങോട്ടാണ് അതിൻ്റെ വായ തുറന്നിരിക്കേണ്ടത് കേട്ടോ. എങ്ങോട്ടാണ്? അങ്ങോട്ട്. ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. എങ്ങനെയാണ്? മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വളച്ച് കൊണ്ടുവരിക. അതുപോലെ തന്നെയാണ് സ്മോൾ ലെറ്റർ സി എഴുതേണ്ടത്. കുറച്ച് ചെറുത് ആവണം കേട്ടോ. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ സി, ദിസ് ഈസ് സ്മോൾ ലെറ്റർ സി. മുകളിൽ നിന്ന് താഴോട്ട് ചരിച്ച് കൊണ്ടുവരിക, എന്നിട്ട് ഒത്തിരി മുകളിലോട്ട് പോവുക. അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ സിയും കേട്ടോ. മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു കൊക്ക രൂപത്തിൽ താഴോട്ട് വരിക, എന്നിട്ട് മുകളിലോട്ട് ചെറിയ രീതിയിൽ ഒരു കൊക്ക വരയ്ക്കുക. അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ സിയും. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ സി, ദിസ് ഈസ് സ്മോൾ ലെറ്റർ സി. ഇപ്പൊ എല്ലാവരും സി എന്ന ലെറ്റർ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ലെറ്ററുമായിട്ട് വരാം. അതുവരെ ടാറ്റാ.